ഹായ് ഓൾ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്ക് മെക്കാനിക്കൽ ആസ്പിറൻസിന് വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യവും, അതുപോലെ ആ എക്സാമും ഓൾറെഡി വിളിച്ചിട്ടുള്ള മറ്റൊരു എക്സാമോടെ ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു കാര്യവുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ രണ്ട് എക്സാമുകളാണ് അല്ലെ ഏതൊക്കെ രണ്ട് പോസ്റ്റിലേക്കുള്ള എക്സാമുകളാണ് നോക്കുന്നതെന്ന് നോക്കിയാൽ, ആദ്യം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെഷീനിസ്റ്റ് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ്. ആ എക്സാം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ നോട്ടിഫിക്കേഷൻ വരാൻ ഇരിക്കുന്ന ഒരു പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ, ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ്. ഓക്കെ, ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഉള്ള അല്ലെ പോളികളിലേക്കും ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. ടീച്ചിങ് പോസ്റ്റ് തന്നെ. ഈ ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ്. ഇത് രണ്ടും എന്താണ്? ടീച്ചിങ് പോസ്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ട്രേഡിലേക്കുമാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി പറയാനിരിക്കുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ താമസിയാതെ തന്നെ വരുന്നതാണ്. ഈ ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരും, ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റിന്റെ മെസ്സേജ് വരും. അപ്പം അത് വരുന്ന പോയിന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ലാസ്റ്റ് ടൈമിലെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ഏജ് ലിമിറ്റ് ലാസ്റ്റ് ടൈമിൽ കാറ്റഗറി നമ്പർ 541/2013 ആയിരുന്നു. അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയായിരുന്നു. അതിൽ ഏജ് റിലാക്സേഷൻ 3 to 5 years നിങ്ങൾക്കുണ്ട്. അതുപോലെ ആ സമയത്തെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 26,000 to 60,000 ആയിരുന്നു. അറൌണ്ട് ഒരു 40,000 ഒക്കെ നമ്മുടെ അല്ലെങ്കിൽ ഒരു 35-40,000 ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സാലറി സ്കെയിലായിരുന്നു ലാസ്റ്റ് ടൈമിലുള്ളത്. അപ്പം അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം. അതല്ലെങ്കിൽ നമ്മുടെ SSLC പ്ലസ് NTC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ NTC പാസ്സായിരിക്കണം. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിപ്ലോമയും ബിടെക്കും ഒന്നും പ്രശ്നമില്ല. ടീച്ചിങ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിലവിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതപ്പം ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഏതായിരുന്നു? ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് ആണ്. അതിന്റെ എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ to നവംബറിലാണ് ഈ എക്സാം സ്ലോട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മുമ്പിൽ ഇനിയും ആവശ്യത്തിന് സമയമുണ്ട്. അങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസേ ഇതിന് വരത്തുള്ളൂ. ആ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ എന്തായാലും നിങ്ങൾ ആലോചിക്കുക, സെപ്റ്റംബർ നവംബറിൽ ഈ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ, സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ ഏതൊരു മാസം എക്സാം വന്നാൽ പോലും നമ്മുടെ മുമ്പിൽ ഇനി 3-4 മാസം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട രണ്ടാമത്തെ ഒരു എക്സാം ഏതാണ്? ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ആണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു എക്സാമിന് നിങ്ങളൊരു നെഗറ്റീവ് അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ അത്രയും നാളും പഠിച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ മറ്റൊരു എക്സാമിനൂടെ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമുക്ക് ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റും വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പം അതിന്റെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 95% ഈ സിലബസ് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ട്രേഡ്സ്മാന്റെയും കോമൺ ആയിരിക്കും. ചെറിയ ചെറിയ ഷഫ്ലിങ്ങുകൾ മാത്രമേ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവത്തുള്ളൂ. നോർമലി വരുന്നത് അങ്ങനെയാണ്. പക്ഷെ കോർ കണ്ടന്റ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. അപ്പൊ നമുക്കറിയാം ITI ലെവൽ എക്സാമുകൾ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ മിക്കവാറും എല്ലാം ഈ ഒരു സേഫ്റ്റി അല്ലെ ഹൗസ് കീപ്പിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക് ആയിരിക്കും അല്ലെ. അപ്പൊ അതിൽ സേഫ്റ്റി സയൻസ് അല്ലെ ടൈപ്പ് ഓഫ് അല്ലെ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPEs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷന്റെ ടൈപ്പ്, അതിന്റെ യൂസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കിന് എന്താണ് ഗുഡ് ഷോപ്പ് പ്രാക്ടീസസ്, അല്ലെങ്കിൽ 5S എന്താണ്, 5S കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിസ്പോസിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, കളർ കോഡുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കളർ കോഡുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അടുത്തതെന്ന് വെച്ചാൽ മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ മാർക്കിംഗ് ടൂൾസും നമുക്കറിയാം. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കിംഗ് ടൂൾസ് ഏതൊക്കെയാണ്? പഞ്ചസ് അല്ലെ സ്ക്രൈബർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മാർക്കിംഗ് പഞ്ചസും സ്ക്രൈബറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്, ഈ മാർക്കിംഗ് ടൂൾസിൽ വരുന്നത്. അതുപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ സ്കെയിൽ അല്ലെങ്കിൽ ട്രൈ സ്ക്വയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ
വരുന്നുണ്ട്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള നോർമൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യവും വരുന്നുണ്ട്. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പ്രസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പ്രസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുമ്പോൾ എന്താണ്? മൈക്രോമീറ്റർ, വെർനിയർ കാലിപ്പർ, വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ ഡെപ്ത് ഗേജ്, അങ്ങനെയുള്ള കുറച്ച് പ്രസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം ഞാൻ വീണ്ടും പറയുന്നു, ITI ലെവലിൽ നമുക്ക് എല്ലാ എക്സാമുകൾക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നവരും കാണും. അതല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്ന ടോപ്പിക്കേ ഉള്ളൂ. അടുത്തായിട്ടുള്ളത് ഹാൻഡ് ടൂൾസ് ആണ്. ഹാൻഡ് ടൂൾസ് ആയിട്ടുള്ള ഹാക്സോ, സോസ്, ഹാക്സോ അല്ലെ ഫയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ഫയൽസിന്റെ ഗ്രേഡ്, എന്തൊക്കെ ഗ്രേഡ് ആണുള്ളത്, അതിന്റെ പിന്നിങ് ഓഫ് ഫയൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഹാൻഡ് ടൂൾസിൽ നമ്മൾ പഠിക്കുന്നത്. ടാപ്സ് ആൻഡ് ഡൈസ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതും വളരെ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാ ITI ലെവൽ എക്സാമുകളിൽ വരുന്ന ടോപ്പിക് തന്നെയാണ്. അടുത്തത് വരുമ്പോഴത്തേക്കിന് ഡ്രില്ലിംഗ്, ലൂബ്രിക്കൻസ് ആൻഡ് കട്ടിംഗ് ഫ്ലൂയിഡ് മെയിൻ്റനൻസ്. അപ്പം കുറച്ചുകൂടെ എന്താണ് നമ്മുടെ കോർ സബ്ജക്ട് വേണ്ട. മെഷീനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡ്രില്ലിംഗ് മെഷീൻസ്, അതിന്റെ ടൈപ്പ്, അതിന്റെ ഓപ്പറേഷൻസ്, വേരിയസ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഡ്രില്ലിംഗിൽ ചെയ്യാൻ പറ്റുന്ന വേരിയസ് ഓപ്പറേഷൻസ്, ഡ്രില്ലിന്റെ നോമൻക്ലേച്ചർ, അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മളവിടെ പഠിക്കുന്നത്. അവിടുത്തെ ലൂബ്രിക്കൻസ്, കട്ടിംഗ് ഫ്ലൂയിഡ്, അവിടെ ആ ഡ്രില്ലിംഗ് മെഷീന്റെ മെയിൻ്റനൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ കോർ ടോപ്പിക്കിലോട്ട് വരുവാണ്, മെഷീനിസ്റ്റിന്റെ കോർ ടോപ്പിക്കിലോട്ട് വരും. എന്തായാലും ഒരു പ്രൊഡക്ഷനിൽ വരുമ്പോഴത്തേക്കിന് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ലെയ്ത്തിൽ കുറേ ഓപ്പറേഷൻസ് അല്ലെ ഡ്രില്ലിംഗ് മെഷീനിലും മില്ലിംഗ് മെഷീനിലൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ലെയ്ത്ത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ലെയ്ത്തും ഈ പറഞ്ഞ പോലെ മെഷീനിസ്റ്റ് അല്ലെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ടോപ്പിക്സ് വരുമ്പോഴത്തേക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെയ്ത്തിൽ നമുക്ക് വരുന്നത് അതിന്റെ പാർട്സ്, ലെയ്ത്തിന്റെ പാർട്സ്, അതിന്റെ ഫങ്ഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ലെയ്ത്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആക്സസറീസ് ആണ് ആ ലെയ്ത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അല്ലെ എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് ആ ലെയ്ത്തിലുണ്ട്, ആ ലെയ്ത്തിന്റെ നോർമൽ ഫംഗ്ഷനിൽ നിന്നും അതിനെ കുറച്ചുകൂടെ എക്വിപ്ഡ് ആക്കാൻ എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അവിടെ ജനറൽ ആയിട്ടുള്ള ഒരു ലെയ്ത്തിലെ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അതിന്റെ ചെറിയ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ലെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ലെയ്ത്തിലെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ഒക്കെയാണ്, ആ പാർട്സും അതിന്റെ പ്രത്യേകതകളുമാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അടുത്ത മില്ലിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ റിലേറ്റഡ് വരുമ്പോഴത്തേന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷീൻ ടൂള് തന്നെയാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. അതും നേരത്തെ ലെയ്ത്തിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പാർട്സുകളാണ് മില്ലിംഗ് മെഷീൻ ഉള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അവിടെ പഠിക്കാനുള്ളത്. അതിൽ കുറേ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ലൈക്ക് ഗ്യാങ് മില്ലിംഗ്, സ്ട്രാഡിൽ മില്ലിംഗ്, ഡൗൺ മില്ലിംഗ്, അപ്പ് മില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഓപ്പറേഷൻസ് ഉണ്ട്. അതൊക്കെ ആ ഒരു ബേസിക് ഐഡിയ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. മില്ലിംഗ് മെഷീനാണ് അടുത്ത് പഠിക്കാനുള്ളത്. അടുത്തെന്ന് വെച്ചാൽ ഗ്രൈൻഡിങ്, മറ്റൊരു മെഷീൻ ടൂളാണ് ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൈൻഡിങ്ങിന്റെ ഇതേ പാറ്റേണിൽ തന്നെ ടൈപ്സ്, പാർട്സ്, അതിന്റെ ഓപ്പറേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ ഗ്രൈൻഡിങ്ങിൽ പഠിക്കാനുള്ളത്. പിന്നീട് കുറച്ചുകൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പുതുമയായിട്ടുള്ളത് ചിലപ്പോൾ CNC ടേണിങ്ങും CNC മില്ലിങ്ങും ആയിരിക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് CNC മെഷീൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള CNC ടെക്നോളജി എന്താണെന്നുള്ളത് നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ CNC ടേണിംഗ് എന്ന് പറയുമ്പോൾ CNC ലേത്ത് മെഷീൻസ് ആണ് ഈ പറയുന്നത്, CNC ലേത്ത് മെഷീൻസ് ആണ്. അപ്പോൾ CNC ലേത്ത് മെഷീൻസിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോഡ്സ് എന്തൊക്കെയാണ്, G കോഡ്, M കോഡൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ കോഡുകൾ എന്തൊക്കെയാണ്, ഓരോ കോഡും എന്തൊക്കെ ഫംഗ്ഷൻ ഒക്കെ ആണെന്നുള്ളത് ആണ് നമുക്ക് പഠിക്കാനുള്ള. ISC, G കോഡ്, M കോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അത് നമുക്കൊന്നും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആകണമെന്നില്ല, ഇത്തിരി ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ CNC മില്ലിംഗ് മെഷീനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് CNC മില്ലിംഗ് മെഷീൻ, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ആണോ, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആണോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന G കോഡും M കോഡും ഒക്കെ എന്താണ്. അതുപോലെ നമുക്കൊരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്യാം, പ്രോഗ്രാം എങ്ങനെ G കോഡ്, M കോഡും വെച്ചിട്ടുള്ള പ്രോഗ്രാമിന്റെയൊക്കെ ബേസിക് കൺസെപ്റ്റ് മതി, കാര്യം ഒബ്ജക്റ്റീവ് ലെവൽ സാധനങ്ങളാണല്ലോ. അപ്പോൾ പ്രോഗ്രാം എങ്ങനെ റൈറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്യാനൊന്നുമല്ല, പക്ഷെ അതിലെ ഓരോ കോഡുകളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടറും ട്രേഡ്സ്മാനും എക്സാമുകൾക്ക് ഒരുമിച്ച് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ ഫിറ്റർ എക്സാമുകൾക്ക് നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ബാച്ച് പോകുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ലാസ്റ്റ് എക്സാമുകൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അപ്പം നമ്മുടെ ഒരു ബാച്ച്
രണ്ടുകൂടെ ക്ലബ് ചെയ്ത് പോകുന്ന ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വരും. അപ്പം ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ITI ലെവൽ എക്സാമുകളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കുക. അതല്ല, നിങ്ങൾ ഇതുവരെ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആവശ്യം പോലെ സമയമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ്. അതിനുള്ള ഒരു സിലബസ് ഉള്ളത്. നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു ഗൈഡൻസും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് കാണണം. അങ്ങനെ നമുക്ക് പോകാമെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.